രാവിലെ ആലപ്പുഴ, അവിടെ തന്നെ അമ്പലപ്പുഴ ആകെ പുകഞ്ഞു കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇലക്ഷന് മുമ്പ് തന്നെ ഇലക്ഷൻ സമയമായപ്പോഴേക്കും അതങ്ങ് ആളി പടർന്നു. പാർട്ടി അംഗത്വം പുതുക്കാതെ ജി സുധാകരൻ സഖാവ് പാർട്ടി വിട്ട് പുറത്തേക്ക് പോവുകയും വിമതനായി മത്സരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് UDF സപ്പോർട്ട് കൊടുക്കുന്നു. എന്താണെങ്കിലും ഇന്നലെ അദ്ദേഹത്തിന്റെ മകൻ നവനീത്, അദ്ദേഹം ഒരു അധ്യാപകനാണ്, അദ്ദേഹം ഒരു പ്രസ്താവന മാധ്യമങ്ങളോട് പറയുകയാണ്, എൻ്റെ അച്ഛൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്, അല്ലെങ്കിൽ ജി സുധാകരൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഒരു രക്തസാക്ഷി കുടുംബത്തിൽ നിന്നും വരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നെഞ്ചോട് ചേർത്തിട്ടുള്ളൊരു മനുഷ്യനാണ് ജി സുധാകരൻ എന്ന് പറയുന്നത്. ആലപ്പുഴ എന്ന് പറയുന്നത് ഒരു വിപ്ലവ ഭൂമിയാണ്. അതെ, തീർച്ചയായും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തന്നെ പല പല വിപ്ലവ സമരങ്ങൾ നടത്തി എന്ന് അവർ അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പാർട്ടിയുടെ ശക്തമായിട്ടൊരു കോട്ട കൂടിയാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ തെക്ക് വശത്തേക്ക് പാർട്ടിയെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന കുറച്ച് മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, ഇപ്പോൾ ഈ 3 ജില്ലകളും ആര് അധികാരത്തിൽ വരണമെന്ന് നിശ്ചയിക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ആലപ്പുഴയിലേക്ക് വരികയാണെങ്കിൽ ആലപ്പുഴയിൽ ഇപ്രാവശ്യം 2 സർപ്രൈസുകൾ ഉണ്ട് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഒന്ന് ജി സുധാകരൻ തന്നെയാണ്. ജി സുധാകരൻ സർപ്രൈസ് ആകുന്നത് അദ്ദേഹം ഒരു കടുത്ത ഇടതുപക്ഷക്കാരനിൽ നിന്നും ഒരു UDFിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് അനുഭാവി എന്ന നിലയിലേക്ക് വരുന്നത് കാണുന്നത് ഒരു ചരിത്രമാണ്. അപ്പോൾ ആ ചരിത്രത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം പാർട്ടി വിട്ട് പോകുന്നതിന് മുമ്പിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പോലും പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പാണെങ്കിൽ പോലും ഇതെല്ലാം ജി സുധാകരനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ലഹരി മാഫിയ, ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്ന കുറേ ലഹരി മാഫിയ സംഘങ്ങളുണ്ട്. ഈ സർക്കിളുകളാണ് ഈ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോകുന്നത്. അത് ഈ പാർട്ടിക്ക് ശാപമാണ്. ചില ഗുണ്ട സെറ്റപ്പുകൾ നമ്മൾ തന്നെ ഇടയ്ക്ക് വെച്ച് വലിയ വിഷയങ്ങൾ കണ്ടതല്ലേ. ഒരു ലോറിയിലൊക്കെ ഒരു CPM നേതാവിന്റെ കയ്യിൽ നിന്നും ലഹരി മരുന്നുകൾ പിടിക്കുന്ന ഒരു സാഹചര്യം. എന്താണെങ്കിലും ഈ ജി സുധാകരൻ സഖാവിന്റെ സഹോദരൻ ഭുവനേശ്വരൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 12 NSS കോളേജിൽ വെച്ച് SFIയുടെ ഒരു നേതാവായിരുന്നു. KSUവിന്റെ ആക്രമണത്തിൽ മരണപ്പെട്ടു. പക്ഷെ ആ ഒരു മരണത്തിൽ ബാക്കി ആരും തന്നെ, ഈ പാർട്ടി ഒന്നും തന്നെ അദ്ദേഹത്തിന് ചെയ്തു കൊടുത്തിട്ടില്ല. എല്ലാ ചെലവുകളും അദ്ദേഹം തന്നെയാണ് വഹിച്ചത്. പക്ഷെ പാർട്ടി ഈ പറയുന്ന ഭുവനേശ്വരനെ ഒരു രക്തസാക്ഷി മാത്രമാക്കി മാറ്റി. എന്തായാലും പാർട്ടിക്കൊരു രക്തസാക്ഷി അത് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഈ പിണറായി വിജയന് കുടുംബത്തൊരു രക്തസാക്ഷി ഉണ്ടോ, പക്ഷെ എൻ്റെ കുടുംബത്തുണ്ട് എന്ന് വികാരത്തോടു കൂടി പറയുമ്പോൾ ഈ നമ്മുടെ വിഷയമാവുന്നതല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എന്തുകൊണ്ടാണ് രക്തസാക്ഷികൾ ഉണ്ടാകുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലല്ല, മുൻപത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ പാർട്ടി വളർത്തുവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവിടെ സാധാരണക്കാർക്കൊപ്പം നിൽക്കുവാൻ വേണ്ടി പോരാടുകയും ജന്മിമാരുടെ കൈകൊണ്ട് വെട്ടി വീഴ്ത്തപ്പെടുകയും അല്ലെങ്കിൽ മരണപ്പെടുകയും പിന്നീട് പാർട്ടിയുടെ വളർച്ചയിൽ എതിർ പാർട്ടികളാൽ കൊല്ലപ്പെടുകയും ചെയ്തവരെയാണ് രക്തസാക്ഷികൾ എന്ന് പറഞ്ഞത്. പക്ഷെ ഇന്ന് രക്തസാക്ഷികൾക്ക് വേണ്ടി കൊല ചെയ്യുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെന്ന് പറയാൻ രാഹുലിന് സാധിക്കൂ? ധീരജിന്റെ രക്തസാക്ഷിത്വം ഇവരിപ്പോൾ പറയുന്ന ധീരജ് ഉണ്ടല്ലോ, ആ ധീരജിന്റെ രക്തസാക്ഷിത്വ സമയത്ത് ഇന്ന് മാധ്യമങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ്. നമ്മൾ കണ്ടതാണ് KSU പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യം. ആക്രമിക്കാൻ പോകുന്ന അതിലിൻ്റെ കൂട്ടത്തിൽ ധീരജും ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ നിന്നാണ് ധീരജിന് ആക്രമണം ഉണ്ടാകുന്നത്, മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. എന്നിട്ട് ഇന്നേ വരെ അതിൻ്റെ കൊലയാളിയെ കണ്ടുപിടിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അഭിമന്യു എന്ന് പറയുന്നവരുടെ ധീര രക്തസാക്ഷിയുണ്ട്. വർഗീയത തുലയട്ടെ എന്ന് അതായത് ഓരോ ബോർഡിലും ഓരോ ചുവരുകൾക്കും എഴുതുന്ന അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വം. ആ രക്തസാക്ഷിത്വത്തെ അവർ അപമാനിക്കുന്ന രീതിയിലാണ് ഇന്ന് ആ മരണത്തിന് കാരണം SDP തോളോട് തോളി ചേർന്നു. നാൻപത്ത മകനെ നമ്മൾ ഇന്നലെയും പറഞ്ഞിരുന്നു. നാൻപത്ത മകനെ എന്നുള്ള ആ ഒരു അലറിക്കരച്ചിൽ ഇന്നും, ആ ഒരു അമ്മയുടെ അലറിക്കരച്ചിൽ ഇന്നും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളുടെ കാതിൽ നിന്ന് മാറിയിട്ടില്ല. പക്ഷെ ആ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയി. രാഹുൽ, എത്ര വർഷമായി അഭിമന്യു മരണപ്പെട്ടിട്ട്? ഇന്നേ വരെ അഭിമന്യുവിനെ കൊന്ന ആളുകളെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കൊലപാതകളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുകൊണ്ടാണ് സാധിച്ചിട്ടില്ല? അഭിമന്യുവിന്റെ അമ്മയ്ക്ക് പണിത് കൊടുത്തൊരു വീടുണ്ട്. എത്ര അതിന്റെ ഫണ്ട് പറഞ്ഞിരുന്നത്? ഏകദേശം 50 ലക്ഷം കണ്ടാണെന്ന് തോന്നുന്നു അന്ന് അതിന്റെ ഫണ്ട് പറഞ്ഞിരുന്നത്. 50 ലക്ഷത്തിന്റെ വീടുണ്ടോ അത്? ആ വീടിന്റെ ഫോട്ടോ ഇപ്പോഴും ഗൂഗിൾ തപ്പിക്കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടും. അഭിമന്യുവിന് വേണ്ടിയിട്ട് ഈ നാട്ടിൽ എത്ര കോടി രൂപയാണ് പിടിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. എനിക്കൊക്കെ അറിയാം. എനിക്കറിയാവുന്ന പല ആളുകളും കമ്മല് അല്ലെങ്കിൽ വള അത്തരത്തിലുള്ള കാര്യങ്ങൾ ഊരി കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ് അഭിമന്യുവിന് വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് ഇതൊന്നും അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കി ഫണ്ടുകൾ എവിടെ പോയി? ഇടക്കാലത്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടൊരു ഫോട്ടോ ആയിരുന്നു അഭിമന്യുവിന്റെ രക്തസാക്ഷിത്വ മണ്ഡപം. ദിക്കും രക്തസാക്ഷിത്വ മണ്ഡപമുണ്ട്. അഭിമന്യുവിനെ അടക്കം ചെയ്ത മണ്ണുണ്ടല്ലോ, അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ 2 കല്ല് പറക്കി വെച്ചിട്ടുണ്ട്. അതാണ് രക്തസാക്ഷിത്വ മണ്ഡപം. അതാണ് അഭിമന്യു എന്ന് പറയുന്ന രക്തസാക്ഷി. ഇത് തന്നെയാണ് ജി സുധാകരൻ സഖാവ് പറയുന്നതും അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ചേട്ടൻ പറയുന്നതും എല്ലാം.
കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്നു, അതിലൂടെ മൃഷ്ടാന്ന ഭോജനം കഴിക്കുന്നു, സ്വന്തം കീശ വീർപ്പിക്കുന്നു. ഇവിടുത്തെ നേതാക്കൾ സുഖലോലുപരായി ജീവിക്കുമ്പോൾ, അവരുടെ മക്കളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുമ്പോൾ, ഇവിടെ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിച്ചും മുദ്രാവാക്യം വിളിച്ചും നടക്കുന്നവന്റെ അടുപ്പിൽ അരി പുകയണമെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി സമ്മേളനം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് അവന്റെ ഭാര്യ ഒരു നേരത്തെ അരി എടുക്കണമെന്നുണ്ടെങ്കിൽ അയലക്കത്തേക്ക് കൈനീട്ടേണ്ട അവസ്ഥ, അവന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കുവാനായിട്ട് കഷ്ടപ്പെടേണ്ട അവസ്ഥ. ഇവിടുത്തെ എത്ര മന്ത്രിമാരുടെ മക്കൾ ലോക്കൽ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കുന്നുണ്ട്? ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടി വിട്ടുപോയി. ഇപ്പോൾ നമ്മൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് പാർട്ടി വിട്ടു പോകുമ്പോൾ അത് ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ അലയടിക്കുമെന്നത് വലിയൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും നമ്മൾ തന്നെ ചർച്ച ചെയ്ത വിഷയമല്ലേ അത്. മറ്റുള്ള കാര്യങ്ങളെല്ലാം പൊതു രാഷ്ട്രീയങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ പാവപ്പെട്ടവൻ്റെ മകൻ പഠിക്കുന്നതാണെങ്കിലും രാഷ്ട്രീയക്കാരൻ്റെ മകൻ പഠിക്കുന്നതാണെങ്കിലും അതെല്ലാ കാലങ്ങളിലും ചർച്ച ചെയ്യുന്ന വലിയൊരു രാഷ്ട്രീയം തന്നെയാണ്. പക്ഷേ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ണിൽ ജി സുധാകരൻ എന്ന് പറയുന്ന ആൾ അമ്പലപ്പുഴയിൽ UDF വേണ്ടി മത്സരിക്കുമ്പോൾ അത് കേരളം മുഴുവൻ അലയടിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തിന്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണത്. കാരണം ജി സുധാകരൻ ഒരു സാധാരണ നേതാവല്ല, ഒരു തലമുതിർന്ന നേതാവാണ്. അവിടെയാണ് ഇത് ഈ വിഷയം പ്രസക്തമാകുന്നത്. കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ മുഴുവൻ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റിൽ 8 സീറ്റ് നേടിയത് LDF ആയിരുന്നു. ഒരു സീറ്റ് മാത്രമാണ് UDF രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് മണ്ഡലം മാത്രമാണ്. ഇപ്രാവശ്യം ആലപ്പുഴ ജില്ലയിലെ നോക്കിക്കാണുന്ന ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒന്ന് ജി സുധാകരന്റെയും ഒന്ന് രമേശ് ചെന്നിത്തലയുടെയും ആയിരിക്കും. ഇപ്പോൾ രമേശ് ചെന്നിത്തല വിജയിച്ചു കഴിഞ്ഞാൽ കേരള മന്ത്രിസഭയിലെ ഒരു മന്ത്രി ആയിരിക്കാം, മുഖ്യമന്ത്രി പദവിയിലേക്ക് പേരുകൾ വരെ നിർദ്ദേശിക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായിട്ട് അത് വലിയൊരു ഇവിടെ UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും. കാരണം VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി ഞങ്ങൾ തമ്മിലൊരു പിടിവലി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും അത് രമേശ് ചെന്നിത്തല തന്നെയായിരിക്കും. അതിനുള്ള കഴിവും കാലിബറും അദ്ദേഹത്തിന് ഉണ്ട് എന്നിരിക്കെ അദ്ദേഹം തന്നെയായിരിക്കും വരുന്നത്. പക്ഷേ ഈ രമേശ് ചെന്നിത്തലയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ പറയുന്ന ഇന്നലെ മകൻ പറഞ്ഞ അതേ പ്രസ്താവന കുറച്ച് നാളുകൾക്ക് മുമ്പേ എതിർ പാർട്ടി ആയിരുന്നിട്ട് പോലും ഈ പറയുന്ന രമേശ് ചെന്നിത്തലയും പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട്. അഴിമതിയില്ലാത്ത നിലപാടുകളുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിനെ കാണണമെന്നുണ്ടെങ്കിൽ അത് ജി സുധാകരനാണ് എന്ന് പറയുന്നു. ഇന്ന് ആ ജി സുധാകരൻ ഈ രമേശ് ചെന്നിത്തലയുടെ തട്ടകമായിട്ടുള്ള UDF ചെന്ന് നിൽക്കുമ്പോൾ ഈ ആലപ്പുഴയുടെ മണ്ണിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റത്തിന്റെ ഒരു കൊടുങ്കാറ്റ് തന്നെ ആയിരിക്കില്ല ഉണ്ടാവാൻ പോകുന്നത്. തീർച്ചയായിട്ടും അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സാധാരണ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുണ്ടല്ലോ, അവർ ചിന്തിക്കും, അവർക്ക് ചിന്തിക്കാനുള്ള സമയം കിട്ടും, ചിന്തിക്കാനുള്ള സ്പേസ് കിട്ടും. അതാണ് ഇത്തരത്തിലുള്ള വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ജി സുധാകരൻ പോയിട്ടുണ്ടെങ്കിൽ ജി സുധാകരനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതി മാത്രമേ ചില ആളുകൾക്കുണ്ടാവും. പക്ഷേ സ്വാഭാവികമായിട്ടും മറ്റു ചിലർ ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ട് ജി സുധാകരൻ പാർട്ടി വിട്ടുപോയി, എന്തിന് ഈ പാർട്ടിയിൽ ജി സുധാകരൻ വേണമായിരുന്നു എന്നുള്ളതിൻ്റെ മറ്റു കാര്യങ്ങൾ. അപ്പോൾ പാർട്ടി സംസാരിച്ചു എന്നൊക്കെ പറയുന്നു. ഒരാളെ അത്രയും കാലം ഇല്ലാതാക്കിയിട്ട് അവസാന കാലഘട്ടത്തിൽ അയാളോട് വന്നിട്ട് സന്ധി ചേരാൻ പോകുന്നത് അതൊരു രാഷ്ട്രീയ മാന്യതയല്ല. അതുകൊണ്ടാണ് UDF ജി സുധാകരൻ പോകാൻ വേണ്ടി ഒരുങ്ങിയത് തന്നെ. അപ്പം എന്താണെങ്കിലും ആലപ്പുഴയുടെ ഒരു രാഷ്ട്രീയ ചിത്രം എടുക്കുകയാണെങ്കിൽ വലിയൊരു സർപ്രൈസുകളായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്.